പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കാലങ്ങൾ തമ്മിലൊരു അന്തരമാണ്. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ സാധാരണ വീടുകളിലൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ 50, 100, 150, 200 അത്രയ്ക്കൊക്കെയുള്ള അളവിലാണ് ഈ വെളിച്ചെണ്ണ പോലുള്ള സാധനങ്ങൾ വാങ്ങുക. അതുപോലെ മുളക് പൊടി ആയാലും 50 ഗ്രാം, 100 ഗ്രാം, അത് വിട്ടു പോവില്ല. അരിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ വളരെ കുറച്ച് കുറച്ച് വാങ്ങുന്നൊരു രീതിയാണ് അന്നുള്ളത്. ഇന്നങ്ങനെയല്ല. ഇന്ന് എപ്പോൾ വേണം മനസ്സിൽ വിചാരിച്ചാൽ മതി, സാധനം നമ്മുടെ കുടുംബത്തിൽ കഴിയും. അപ്പോൾ അന്ന് അങ്ങനെ വാങ്ങുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ നമ്മൾ വാങ്ങി വരുവാണെങ്കിൽ അതൊരു 5 വീട്ടിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ 5 വീട്ടിൽ നിന്ന് ഇല്ലാത്ത സമയത്ത് വായ്പ വാങ്ങിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു കാലമായിരുന്നു അന്ന്. ആർക്കും ടെൻഷനില്ല. എല്ലാവരും ഒരു തുറന്ന മൈൻഡാണ്. വീടുകളിലായാലും ഒരു നിഗൂഢതകളൊന്നുമില്ല. എല്ലാം ഓപ്പണായിട്ട് പണിക്ക് പോകുന്നു, വൈകുന്നേരം വീട്ടിലെത്തുന്നു, എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാനെങ്കിൽ അങ്ങനെ വാങ്ങി വരുന്നു, വെച്ച് കുടിച്ച് സമാധാനമായിട്ട് കുളിക്കാനൊക്കെ അന്ന് തോടും കയ്യാണികളും ഓലികളും ഒക്കെ ആയിരുന്നേ. അപ്പോൾ അവിടെയൊക്കെ പോയി നിന്നിട്ട് എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കുളിക്കുന്ന ഒരു ഓലിലാണ്. തോട്ടിലും പോവും. തോട്ടിൽ വെള്ളമില്ലാത്ത സമയത്ത് ഓലിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറേ പേര് കൂടി നിന്നിട്ട് ചേച്ചിമാർ പാളയും കയറും ഉപയോഗിച്ചിട്ടൊക്കെ വെള്ളം കോരി, അയ്യോ പാളയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് സൈഡിലൊക്കെ മൂട്ടിയിട്ടേ അങ്ങനെ മാട്ടി പോരണം. അങ്ങനെയൊക്കെ കോരുമ്പോൾ പാളയൊക്കെ വേഗം നാശമാവും. പിന്നെ അങ്ങനെ തിക്കും തിരക്കുള്ളൊരു സാഹചര്യം ആ സമയത്തൊക്കെ. അതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഗ്രഹാതുരതയാണ്, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ പക്ഷേ ഇന്നുണ്ടല്ലോ, ഇന്ന് മനുഷ്യന്മാർ പരസ്പരം മറ്റൊരാളുടെ പതനം കാണാൻ വേണ്ടിയിട്ട് കണ്ണും കാതും മിഴിച്ചാണ് നോക്കിയിരിക്കണത്. അവളെ അങ്ങനെ പോയി എങ്ങനെ ശരിയാവും, എവിടുന്നാണൊരു അങ്ങനത്തെ ഒരു കാലമാണിത്. എനിക്ക് പല സമയത്തും ഉണ്ടല്ലോ, നമുക്കൊരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. നമ്മളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ ഇഷ്ടമുണ്ട് എന്ന്. സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്ന് ഒരാളെയും നമുക്ക്, എൻ്റെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാളെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളെങ്ങനെ സ്നേഹിച്ചെന്നാലും ചങ്ക് പറിച്ചെന്നാലും ചെമ്പരത്തിപ്പൂവല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആരെയാണ് നമ്മൾ വിശ്വസിക്കുക? ആരെയാണ് നമ്മളൊന്ന് സ്നേഹിക്കുക? എനിക്കറിയില്ല. സ്നേഹമൊക്കെ മൊത്തം കപടതയാണ്. കപടത എന്ന് പറഞ്ഞാൽ നമ്മളെ നേരെ നോക്കി ചിരിക്കും, പക്ഷെ പല്ലിറുമും. എന്നിട്ട് അപ്പുറത്ത് പോയിട്ടൊക്കെ ഇങ്ങനെ. എന്ന് പിന്നെ ഫോണുകളല്ലേ, പരദൂഷണം പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പക്ഷേ നമ്മളെന്ത് പറഞ്ഞാലും മുകളിലൊരാളുണ്ട് നമുക്ക് വിലയിടാൻ വേണ്ടിയിട്ട്. അതുപോലെ കുടുംബത്തിൽ പിറന്ന ഒരാളും മറ്റൊരാളുടെ കാര്യം ചോദിച്ചറിഞ്ഞിട്ടത് 10 പേർക്ക് വിളമ്പാനും നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സേഫായിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മുടെ ഒരു വീടായാൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും പബ്ലിക്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് ഒരാളോടും പറയാൻ നിൽക്കണ്ട. അത് നാളെ നമുക്ക് തിരിച്ചടിയായിട്ട് വരും. അപ്പോൾ പഴയ കാലത്തെ പോലെ ഒരു തുറന്ന ജീവിതമൊന്നും തുറന്ന ബന്ധങ്ങളൊന്നും ഇനി അങ്ങോട്ടുണ്ടാവാൻ പോകുന്നില്ല. തീർത്തും എല്ലാവരും ഒതുങ്ങിക്കൂടും. അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നമ്മുടെ വീട്ടിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും. എന്നാണ് ഇനി മനുഷ്യന്മാർ മനസ്സ് തുറന്ന് പരസ്പരം സ്നേഹിക്കുന്ന ഒരു കാലം വരിക? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കാലം ഉണ്ടാവുമെന്ന്. നാളെ വരാം കേട്ടോ.